ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു കുറച്ച് വഴി കുറച്ച് മിനിറ്റിലായി പോയി. അതെ അതെ അതെ. നമ്മുടെ അതിഥിയെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. 8 പൊറോട്ട എവിടെ? അപ്പൊ എന്തായാലും സന്തോഷം. പക്ഷെ അന്നത്തെ ഇന്റർവ്യൂ എനിക്ക് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി. കാരണം എന്നറിയാം, കോള് ഒരു നിവൃത്തിയില്ലാത്ത കോളായിരുന്നു. അത് മാത്രമല്ല, ഇത് എന്താ പറയുക, ഈ വെള്ളം തരാത്ത വിഷയങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആളുകളെ മൊത്തം തെറി വിളിക്കുകയായിരുന്നു. ആരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവർക്കും മറുപടി കൊടുത്തു, അങ്ങനെയല്ല, ഇന്നത് പറയണതിൽ ഒരിക്കലും നിങ്ങൾ ജാതിവൽക്കരിക്കരുത്, അങ്ങനെയൊന്നും അല്ല, സാധാരണക്കാരാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കമന്റ്സ്, അടിയിലുന്ന കമന്റ്സുകളൊക്കെ മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, വിളിച്ചോട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ നമ്മുടെ സംരംഭം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു മൈലേജ് കിട്ടിയോ? മൈലേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈലേജ്. ആളുകൾക്ക് കരഞ്ഞുകൊണ്ടാണ് അമ്മമാർ വിളിക്കുന്നത്. എന്തിനാ കരഞ്ഞെന്ന് വെച്ചിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. കരഞ്ഞുകൊണ്ട് എന്തിനാ കരഞ്ഞെന്ന് പറഞ്ഞ് കരയുന്ന ആരും മുന്നിലും കരയരുത്. ഒരുപാട് ഉപദേശങ്ങളായിരുന്നു അമ്മമാര്, പ്രായമുള്ള അമ്മമാര്. ഒരുപാട് പേര് വീടുകളിലേക്കൊക്കെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോയുടെ കമന്റുകളുടെ അടിയിൽ തന്നെ. 100, 200, 100 അല്ല, എനിക്ക് വീട്ടിൽ പോയി കഴിക്കാൻ പറ്റാത്ത. ഹായ് മോനെ, ഇപ്പൊ കഴിക്കാം കേട്ടോ, ഇപ്പൊ തരാം കേട്ടോ. അപ്പൊ ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. നമ്മളെ പരിപാടി ഞാൻ സാധാരണ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കരയുന്ന ഒരാളല്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, നിങ്ങൾ എന്നെ കരയിച്ചു എന്നുള്ളതാണ്. എന്നെ കരയിച്ചു, എന്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന കുറെ അമ്മമാരെയും സഹോദരന്മാരെയൊക്കെ കരയിച്ചു എന്നുള്ളതാണ്. ഭയങ്കര പ്രശ്നമായി പോയിട്ടാ. എനിക്ക് ഈ ഒരു അടുപ്പിന്റെ അകലമുള്ള കാരണം നമ്മുടെ ഹഗ് നടത്താൻ പറ്റുന്നില്ല. അപ്പൊ ഒരുപാട് സന്തോഷം. ബാബുശ്രീ എന്ന വ്യക്തിത്വത്തിന് പത്മശ്രീ കൊടുക്കണമെന്ന് പറയുന്നവരുണ്ട്. ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും ഒക്കെ താങ്കളെ മുഖ്യാതിഥിയായി വീടുകളിലേക്ക് വിളിക്കണമെന്ന് പറയുന്നുണ്ട്. ഉപദ്രവിക്കാതെ തട്ടുകൾ നടത്തി പോകാൻ വേണ്ടി അനുവദിച്ചാൽ മാത്രം മതി, വേറെ ഉപദ്രവിക്കായിരുന്ന മാത്രം മതി. ഇവിടെ ഒരു രക്ഷയില്ലാത്ത സാഹചര്യം ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ഇപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവരിലേക്ക് ഒന്നും കൂടി ചെന്നോട്ടെ. ഒരു കുഴപ്പമില്ല, അവർ പറയുന്ന മറുപടി കേട്ടുള്ളൂ. ഒരു പ്രശ്നം. നമുക്ക് ഇവിടെ ഒരുപാട് പേര് തട്ടുകട വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമസ്കാരം. ഞങ്ങള് മൂവി മീഡിയ എന്നുള്ളൊരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നാണ്. എങ്ങനെയുണ്ട് വാസുരേഷന്റെ തട്ടുകട? എങ്ങനെയുണ്ട് ഫുഡ് ടേസ്റ്റ്? എങ്ങനെയുണ്ട് ബ്രോ? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റീസെന്റ് ഒരു അഭിമുഖം കണ്ടിരുന്നോ? കണ്ടിരുന്നില്ല. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ആളുകളുടെ ഒരു ജനപങ്കാളിത്തം തട്ടുകടയില്? കുഴപ്പമില്ല, അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് ഫുഡ്. എങ്ങനെയുണ്ട് തട്ടുകടയിൽ? കഴിക്കാൻ പോയില്ല. വെയിറ്റിംഗ് ആണ്. ഹാപ്പിയാണോ തട്ടുകട? ഫസ്റ്റ് ടൈം. താങ്ക് യു. ഇപ്പൊ മൂവി വേൾഡ് മീഡിയയുടെ ഒരു മാധ്യമ യാത്രയിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നിൽക്കുന്നത്. ഒരു അഭിമുഖമാണ് ചെയ്തത്, പക്ഷെ നമുക്ക് ഒരു മനുഷ്യനെ അടുത്തറിയാൻ സാധിച്ചു, അദ്ദേഹത്തെ ജനങ്ങൾക്കും അടുത്തറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു അഭിമുഖത്തിന്റെ വിജയമായി പേഴ്സണലി മൂവി വേൾഡ് മീഡിയ എന്ന മാധ്യമ സ്ഥാപനം കണക്കാക്കുന്നത്. ബാബു സുരേഷ് ഏട്ടന്റെ തട്ടുകടയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. നമസ്കാരം. എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളി സൂപ്പർ വിശേഷം. അപ്പൊ നമ്മുടെ അന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് കഴിക്കാൻ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ, ഇപ്പൊ എനിക്ക് തമിഴ്നാട്ടിലുള്ള ഒരാള്, അദ്ദേഹം ഗൾഫിൽ ഇരുന്നപ്പോൾ വാങ്ങിച്ച പടിക ഗ്ലാസ് എനിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എന്റെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്, തമിഴ്നാട്ടിലാണ് എനിക്ക് അയച്ചിട്ടുണ്ട്. എന്നാന്നുള്ള ഇവിടെ എത്തും. പിന്നെ ഒരുപാട് പെരുന്നാളിൽ തന്നെ കഴിക്കാൻ അവരോട് വിളിച്ച് വീട്ടിൽ എനിക്ക് പോകാൻ പറ്റില്ല, ഒരിടത്തും പോകാൻ പറ്റില്ല. ഇന്നലെ കാട്ടാക്കടയിൽ ഒരു കുഞ്ഞു മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, പോകാൻ പറ്റില്ല. എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഓണത്തിന് എനിക്ക് 100-1000 വീട്ടിലെങ്കിലും കഴിക്കാൻ പോകാൻ വിളിച്ചിട്ടുണ്ട് എന്നെ. എനിക്ക് പറ്റാത്തതിന് നമ്മളെ കിഷോർജിയെ കൂടെ കുറച്ച് സ്ഥലത്ത് അയക്കാന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ ഷെയർ ഇട്ട് നമ്മൾ പ്രോഗ്രാം എല്ലാവരും ഒരുമിച്ചാണ്. പ്രേക്ഷകർക്ക് പരിചയപ്പെടും. നമ്മുടെ ചങ്കാണ്. ചങ്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാനൊരു കൊച്ചു സംരംഭം കൗമുദിക്ക് വേണ്ടി നമ്മുടെ സ്നേക് മാസ്റ്റർ എന്ന പ്രോഗ്രാം 1100 എപ്പിസോഡ് പിന്നിട്ട് പോകുന്ന നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറാണ്. അത് മാത്രമല്ല, ഈ വർഷത്തെ ഏറ്റവും നല്ല സംസ്ഥാന അവാർഡും പുള്ളിക്കാണ്. അതായത് നല്ല എന്താ പറയുക, ഒരു സീരിയലിന്റെ സീരിയലിന്റെ സംസ്ഥാന അവാർഡ് വരെ പുള്ളിക്കാണ്. അപ്പോൾ ഞങ്ങൾ നല്ല അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുമിച്ചുള്ള ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ആ പ്രോഗ്രാമിൽ ബാക്കി ക്രൂ ഒക്കെ മാറി വരും. തുടക്കം മുതൽ ഇന്ന് വരെ 1100 എപ്പിസോഡായി ഞങ്ങൾ മാത്രമേ എന്നും ഉള്ളത്. എന്നും കാണുന്ന മുഖം അതാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ക അത്യാവശ്യം എനിക്ക് എന്തെങ്കിലും കടി കിട്ടിയാൽ പോലെ ആരും അറിയാതെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു കടി കിട്ടി ഞാൻ വിളിച്ചു, കിഷോർജി ചെറിയൊരു അബദ്ധം പറ്റിയിട്ട് ഞാൻ ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ ആരും അറിയാതെ കൗമുദി പോലും അറിയിക്കാതെ വന്ന് കാവലിരിക്കുന്ന കൂട്ടിരിക്കുന്ന ഇതേ. ഇപ്പൊ എനിക്ക് ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കൾ ഇവരെ പോലെ 5-6 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്റെ കൂടെ നിന്നിട്ട് എന്റെ കാലിനടിയിലെ മണ്ണ് മാറ്റാൻ നിന്നവരാണ്. അവരെല്ലാം ഒളിച്ചു പോയി. ഞാൻ ഒളിച്ചു പോകുന്നതിന് ഞാൻ നേരെ മനസ്സിലാക്കി ഇപ്പൊ ഇവരെ പോലെ കുറച്ചുപേര് മാത്രം ആത്മാർത്ഥമുള്ളത്. എന്നാലും വളരെ സന്തോഷം. നിങ്ങൾ ആ വീഡിയോ ചെയ്തതിൽ എനിക്കല്ല വിഷമം, എന്നെ സ്നേഹിക്കുന്നവരെ കരയിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് ഭയങ്കര പ്രശ്നമായി പോയി. സൂപ്പറായിരുന്നു കേട്ടോ, അത് അടിപൊളി. എന്തായിരുന്നു ആ വീഡിയോ, നമ്മുടെ അഭിമുഖം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഇമോഷൻ, ഇദ്ദേഹമായിട്ടുള്ള ബന്ധം ഒന്ന് വിശദീകരിക്കും. ആക്ച്വലി ആ സംഭവം എനിക്ക് മുമ്പേ അറിയാം. സ്നേക് മാസ്റ്ററിലൂടെയും ഇത് പറഞ്ഞിട്ടുണ്ട്. സ്നേക് മാസ്റ്ററിലൂടെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എന്ന് പറഞ്ഞ ആ സമയത്തുള്ള ഒരു സിറ്റുവേഷനിൽ ബാബ സാധാരണ കരയാറില്ല. അച്ഛൻ മരിച്ചപ്പോൾ മാത്രമാണ് എന്റെ മുന്നിലാണ് കരഞ്ഞത്.
പുറത്ത് കരഞ്ഞിട്ടില്ല, അത് പുള്ളിക്കും അറിയാം. അച്ഛൻ മരിച്ചപ്പോൾ മാത്രമാണ് എൻ്റെ അടുത്ത് രഹസ്യമായി വന്ന് കരഞ്ഞത്. പിന്നെ അനിയത്തിയുടെയും ചില കേസുകളിൽ മാത്രമേ അങ്ങനെ പൊതുവെ കരയാറില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. അതാണ് അത് നമ്മൾ സംസാരിച്ചത്. മുമ്പ് പല വേദികളിലും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയി. ശ്രദ്ധിച്ചത് ഇപ്പോഴാണ്. കേരളത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞാൻ അഴകപ്പൻ സാർ, ക്യാമറമാൻ അഴകപ്പൻ സാറിന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിനാണല്ലോ കേരളത്തിൽ പത്മശ്രീ കൊടുക്കേണ്ടതെന്നാണ്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം അങ്ങനെയൊക്കെ ആളുകൾ ഒരാളുടെ വലിപ്പം തിരിച്ചറിയാന്ന് പറയുന്നത് വലിയ നേട്ടമല്ലേ? പത്മശ്രീ പല സന്ദർഭങ്ങളിലും പടിവാതിൽക്കൽ വന്നിട്ട് പോയ ഒരു സംഭവമാണ് പത്മശ്രീ. അത് കേരളത്തിലുള്ള പല നേതാക്കൾക്കും അറിയാം, പ്രമുഖർക്ക് എല്ലാവർക്കും അറിയാം. ഒരു സമയം അടുത്ത് വന്നിട്ട് പോയതാണ്. ആ സമയത്ത് ചിലർ ചേർന്ന് കള്ള കേസുകൾ ഉണ്ടാക്കും. ഇതിൽ പത്മശ്രീ വരുന്നതിന് എല്ലാ വർഷവും ഒരു 2 മാസം മുമ്പേ ഒരു കേസ് വാവയ്ക്കെതിരെ വരും. പാമ്പിനെ വനം വകുപ്പിന്റെ നിന്ന് പാമ്പിനെ കൈകൊണ്ട് തൊട്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ എല്ലാ വർഷവും വരും. അപ്പൊ നമുക്കറിയാം, കേസ് വരുമ്പോ അറിയാം ഈ പ്രാവശ്യം പത്മശ്രീ ഇല്ല. അത് മെനക്കെട്ടൊരു ടീം ഉണ്ടെന്നുള്ളത്. മെനക്കെട്ട് 2-3 പേര്. വേറൊരു പ്രശ്നം, ഇതിപ്പോ ലോബിയാണ്. നമുക്കറിയാലോ, നമ്മുടെ വനം വകുപ്പിന്റെ എന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര ലോബിയാണ്. അത് ഒരു ടീമായിട്ട് എല്ലാരും അല്ല, വളരെ കുറച്ച് അപൂർവം വരും. പക്ഷെ അതിൽ പ്രത്യേകിച്ചുള്ള വെച്ചാൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മള് വനം വകുപ്പിന്റെ ഈ പാമ്പിനെ പിടിക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്നവർക്ക് ഒരു അപേക്ഷാ ഫോമിൽ കൊടുക്കുന്നത് ഒരു കേസ് ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്ന്. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു വനിത പാമ്പിനെ പിടിക്കും പറയാൻ പാടില്ല. എന്നാലും ഞാൻ പറയാം, എന്റെ സുഹൃത്താണ് പുള്ളിക്കാരി വനം വകുപ്പിന്റെ 5 കേസുണ്ട്. 5 കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ പാവപ്പെട്ട വേറെ ആരെങ്കിലും പിടിക്കണേ അവരെ പേരിൽ കേസ് എടുക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ ഞാൻ എതിരാണ്. അത് ഞാൻ എതിർക്കുന്നു. അപ്പൊ എനിക്ക് പത്മശ്രീ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കഴിഞ്ഞ 2022 പത്മശ്രീ പ്രഖ്യാപിച്ച് ഇവരെ ഡൽഹിയിൽ നിന്ന് ഇവരെ വിളിച്ചു പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞു, ഇവരെ വിളിച്ചു. അങ്ങനെ ഇവർ ക്യാമറ ആയിട്ടൊക്കെ വന്ന് റൂമിൽ കിടന്ന് ഞാൻ പറഞ്ഞു, കിഷോർജി അതെനിക്ക് കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ എഴുതി വെച്ചോ, 9 മണിയാകുമ്പോൾ എന്റെ പേര് മോണിറ്ററിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുപോലെ 9 മണിയുടെ മോണിറ്ററിൽ പേരില്ല, 9 മണിയുടെ മോണിറ്ററിൽ പേരില്ലാതെ. അതിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾക്ക് ഏറ്റവും വലിയ അംഗീകാരം ഒരു പത്മശ്രീ ഒരു ദേശീയ പുരസ്കാരമോ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം എന്നെ സ്നേഹിക്കുന്ന കുറെ പാവപ്പെട്ട മനുഷ്യര്, അവർക്ക് വേണ്ടി എന്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ യാതൊരു സംശയമില്ല. അല്ല, ഞാൻ ഈ വീഡിയോ ഇറങ്ങിയ ശേഷം അടിയിൽ കമന്റ്സിൽ ഒരുപാട് പേര് ഞങ്ങൾ സഹായിക്കാം സുരേഷ് ജിയെ, ഞങ്ങളൊരു ഫണ്ട് സമാഹരിച്ച് തന്നാൽ ഒരു ഗൂഗിൾ പേ നമ്പർ ഒന്ന് പറഞ്ഞു തരും. എന്റെ കയ്യിൽ നമ്പർ ഉണ്ട്, എനിക്കിത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറെ പേര് അങ്ങനെ സഹായം, കടങ്ങളെല്ലാം ഞങ്ങൾ വീട്ടിൽ തരും, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. അപ്പൊ സുരേഷ് ഏട്ടന്റെ ഒരു മനസ്സമാധാനം കാണാൻ ആഗ്രഹിക്കാൻ ഒരു കേരളത്തിലെ മുഴുവൻ ജനതയും ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായത്. അതിന്റെ ഒരു വലിയ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു 10-12 വർഷമായി കൂടെ നടക്കുന്നു. അപ്പോ ആദ്യമൊക്കെ എനിക്ക് പുള്ളി അത്ര അറിയത്തില്ല. പക്ഷെ കാലക്രമേണ പല സിറ്റുവേഷനിലും ഈ പൈസകൾ കൊടുക്കുന്നതും കാര്യങ്ങളും എല്ലാം അറിയാം. ഞാൻ തന്നെ പലപ്പോഴും വഴക്ക് പറയാറുണ്ട്, ശകാരിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, കടി കൊണ്ട് കിടക്കുന്ന സമയത്ത് കയ്യിൽ 5 പൈസ കാണത്തില്ല. അപ്പൊ പലരും ആ സമയത്ത് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ തുണ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആള് കാണത്തുള്ളൂ. എപ്പോഴും എല്ലാവരും കാണണമെന്നില്ല. അപ്പൊ ഞാൻ ഇത് പലപ്പോഴും പറയും. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ പോകുന്നു, ദൂരെ ഇവിടെ നിന്ന് പത്തനംതിട്ട വരെ പോയി ഓടി കാറും പിടിച്ച് പോയാ അവിടെ ചിലപ്പോൾ അതൊരു കുടിലാണെങ്കിൽ പുള്ളി പൈസ അവര് 100 രൂപയോ 200 രൂപയായിരിക്കും അയ്യോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ പുള്ളി വാങ്ങിക്കാറില്ല.